I invite Mr. Hamza Anjumukir. മാർക്കറ്റിലേക്ക് ഇറക്കാൻ ഞാൻ ഉപയോഗിച്ച തന്ത്രങ്ങൾ, ഹിക്മത്തുകൾ, അതിലൂടെയാണ് ഒരു ബ്രാൻഡ് ജന്മമെടുക്കുന്നത്. അങ്ങനെ ജന്മമെടുത്ത മലപ്പുറം ജില്ലക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഓസ്ബൈ 10-ലധികം ബ്രാൻഡുകളും 500-ലധികം ഡീലേഴ്സ് അല്ലെങ്കിൽ ഷോറൂമുകൾ അല്ലെങ്കിൽ ഷോപ്പുകളുടെ പിൻബലത്തോടെ ഇന്ന് ഓസ്ബൈ 25 വർഷം പിന്നിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും ഫായിൽസിനും തൻ്റെ കൂട്ടുകാർക്കും ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്, യാത്ര ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. ഒരു എക്സിബിഷൻ പോലെയാണ് വെച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ നിരന്നിരിക്കുന്ന ഒരു ഫീലിംഗാണ്. ഓരോ സംരംഭകനും അങ്ങനെയാണ്. ഒരുപാട് ചിന്തിക്കും, ഒരുപാട് ആലോചിക്കും. ലോകത്തിലെ 850 കോടി ജനങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് ഒരു ബ്രാൻഡ് നിങ്ങൾ മെനഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. ഒരു മുണ്ട് വിരിച്ച്, ഒരു ഗട്ടറിന്റെ സൈഡില് മുണ്ട് വിരിച്ച് ഞാനും ഇന്നത്തെ മാനേജിംഗ് ഡയറക്ടർ എന്നറിയപ്പെടുന്ന എന്റെ സ്ഥാപനത്തിന്റെ MD ആയ മുത്തു എന്ന് പറയുന്ന മുഹമ്മദ് അലിയും ഒരു മോട്ടോർ സൈക്കിളിന്റെ സൈഡിൽ മുണ്ട് വിരിച്ച് ഒരു ഫുട്പാത്തിൽ നേരം പുലരുന്നവരെ ഒതുകടിയേറ്റ് കിടന്നുറങ്ങിയെന്ന് മറന്നിട്ടില്ല. ഒരു ബ്രാൻഡിന്റെ ജന്മം അങ്ങനെയാണ്. ഇന്ന് കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് ലോഗോയും ഭയങ്കര കളർഫുള്ളായ ഒരു ബ്രാൻഡ് നിങ്ങളുടെ മനസ്സിൽ കാണുമ്പോ ഓർക്കണം, ഇതിന്റെ പുറകിൽ ഒരുപാട് കൊതുകടി ഉണ്ടെന്ന്, ഒരുപാട് വേദനകളും വേർപ്പുമുണ്ടെന്ന്. അത്തരം ഉൽപ്പന്നങ്ങളെ മാർക്കറ്റിൽ വിജയിക്കുള്ളൂ. ആ കഠിനാധ്വാനത്തിലൂടെ വരുന്ന ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഉൽപ്പന്നത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് തന്റെ എല്ലാ എഫോർട്ടുകളും ആ ഒരു ഉൽപ്പന്നത്തിൽ കേന്ദ്രീകരിക്കുമ്പോൾ അതിനൊരു വർണ്ണഭംഗി ഉണ്ടാകും, അതിനൊരു ക്വാളിറ്റി ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ബ്രാൻഡിന് ജന്മം കൊടുക്കുന്നത് നമുക്കൊക്കെ പറ്റും. കേരളത്തിൽ ഇനിയും ഒരു 100 ബ്രാൻഡിന്റെ അവസരമുണ്ട്. 4 കോടി ജനങ്ങളുടെ അവരെ കാലിൽ 8 കോടി ജനങ്ങൾ. ഇത്രയും വോളിയം ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് വേറെ എന്തുണ്ട്? സോ എല്ലാവരും ഈ മാഗസിനിലേക്ക് കടന്നു വന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഓസ്ബൈയുടെ നമ്മുടെ പാരിസ് സാറിനും തന്റെ സഹപ്രവർത്തകർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ കർമ്മത്തിന്റെ ഔദ്യോഗികമായ ലോഞ്ചിങ് ഫംഗ്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്.